ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഒരു പനി പിടിച്ച ദിവസമാണ് കാണിക്കാൻ പോകുന്നത്. ഞാനങ്ങനെ ഡെയിലി വീഡിയോസായിട്ട് ഇടാറില്ല. ഇപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സ് ആയാലും കുറേ പേര് എന്നോട് പറഞ്ഞു ലോങ് വീഡിയോസ് ഇട്. ഞാൻ കൂടുതലും ഷോർട്സ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാറ്. ഞാൻ വീഡിയോസ് അധികം ഇടാറില്ല. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വ്ളോഗാക്കിയിട്ടാണ് ഇടാറ്. അപ്പം എന്നോട് പറഞ്ഞു ലോങ് വീഡിയോസ് കുറച്ചധികം ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോസ് കുറച്ചധികം ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാം, ഷോർട്സും അതിനൊപ്പം അപ്ലോഡ് ചെയ്യാം. ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഷോർട്സ് കുറച്ചും കൂടി എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ആ എളുപ്പപ്പണി നോക്കുന്നത്. പക്ഷെ നമുക്ക് ലോങ് വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യാം. 2 ദിവസമായിട്ട് ഭയങ്കര പനിയാണ്. എനിക്കതുകൊണ്ട് വർക്കിന് പോകാൻ പറ്റുന്നില്ല. ഇന്നിപ്പോൾ 3 ഡേയ്സായി ഞാൻ വർക്കിന് പോയിട്ട്. ഞാൻ ഫിസിക്കലി ഫിറ്റാണ്, പക്ഷെ ഞാൻ വർക്കിന് പോകുന്ന സ്ഥലത്ത് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് എൻ്റെ പേഷ്യൻസ്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ഈ കോൾഡും കൊണ്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മളത് ഭയങ്കര കെയർഫുള്ളായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വർക്കിന് പോകാൻ പറ്റില്ല കോൾഡ് മാറുന്നവരെ. അപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര അലമ്പിലാണ് വീട് കിടക്കുന്നത്. ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ വർക്കിന് പോകുന്നുണ്ട്. ഹസ്ബൻഡിന് വർക്കിന് പോകാണ്ടിരിക്കാൻ പറ്റുന്നില്ല, ലീവ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. അത് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാമെന്ന്, ഈ വയ്യാതൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾ ഡീൽ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ വീടിൽ നിന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ആകെ മൊത്തം ഒരു മെസ്സി ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. ഈവൻ എന്നെ ആയാലും അത് ഫിസിക്കലി ആയാലും എല്ലാം എനിക്ക് ഭയങ്കര ഒരു മെസ്സി ഫീലിംഗ് ആണ് ഫീൽ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു പനി പിടിച്ച ദിവസം കാണാം. എനിക്ക് ഭയങ്കര ബോറടിക്കുന്നു. ഞാൻ ഫിസിക്കലി പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് അല്ല, കുറച്ചും കൂടിയും ഞാനൊന്ന് ഓക്കെ ആവാനുണ്ട്. പക്ഷേ എനിക്ക് വെറുതെ 2 ദിവസം ബെഡിൽ കിടന്ന് എനിക്ക് ശരിക്കും ബോറടിച്ചു. എനിക്കാണെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങാനും പറ്റുന്നില്ല. ഇനി പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇനി വർക്ക് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളൊരു പേടിയുണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. സോ നമുക്ക് അപ്പം ഞാൻ വിചാരിച്ചതാണ് നമുക്ക് വ്ളോഗ് എടുക്കാം. എന്തെങ്കിലും ഒരു നേരപ്പോക്കാവുമല്ലോ, നമുക്ക് വ്ളോഗ് എടുക്കാം. അപ്പം ഇതാണ് ഗൈസ് വീടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഭയങ്കര ശോകാവസ്ഥയാണ്. എനിക്കപ്പോൾ ഫസ്റ്റ് എഴുന്നേറ്റപ്പം തന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്, കുറച്ച് നാളായിട്ട് എനിക്ക് ബെഡ്ഷീറ്റ് അധികം ദിവസം ബെഡിലിടുന്നത് അധികം താല്പര്യമില്ലാത്ത ഒരാളാണ്. ഒരു 3-4 ഡേയ്സൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ബെഡ്ഷീറ്റ് മാറ്റാറുണ്ട്. എനിക്ക് ബെഡ്ഷീറ്റ് അധികം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടുപ്പായിരിക്കും. അപ്പോൾ എൻ്റെ ചാർജർ കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് ഇവിടെ എനിക്കിങ്ങനൊരു ടേബിളിൽ, അധികം ചെയ്യാൻ പറ്റില്ല, ഇങ്ങനൊരു ടേബിളിൽ എനിക്ക് സെറ്റാക്കി വെച്ച് തന്നിട്ടാണ് പോയിട്ടുള്ളത്. കാരണം എനിക്ക് കിടന്നുകൊണ്ട് തന്നെ എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫിസിക്കലി ഒട്ടും അങ്ങനെ പെർഫെക്റ്റ്ലി ഓക്കെ അല്ല. കാരണം ഭയങ്കര ബോഡി പെയിൻ ആണ് ഈ ഇതിന്. അതുപോലെ തന്നെ കോൾഡും നല്ലപോലെ കഫും ഉണ്ട്. ചുമച്ച് എൻ്റെ സൗണ്ട് പോയി. ഇന്ന് രാവിലെയാണ് എൻ്റെ സൗണ്ട് വന്നത്. 2 ദിവസം എനിക്ക് കാര്യമായിട്ട് വലിയ സൗണ്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സൗണ്ട് വന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് മാറാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം പോയിട്ട് ഡോറൊക്കെ ഒന്ന് തുറന്നിടാം. കുറച്ച് വെളിച്ചം കയറിക്കോട്ടെ. കുറച്ച് ദിവസമായി റൂമിലേക്ക് വെളിച്ചം കയറിയിട്ട്. സോ നമുക്ക് ഡോറൊന്ന് തുറന്നിടാം. പിന്നെ ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ആസ് യൂഷ്വൽ മൈ മമ്മാജീസ് മാക്സി. എനിക്ക് എന്ത് വന്നു കഴിഞ്ഞാലും, പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നാലോ, അല്ലെങ്കിൽ രാത്രി എന്തെങ്കിലും ഭയങ്കര ടയേർഡായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി വന്നു കഴിഞ്ഞാലോ, ഞാൻ പ്രിഫർ ചെയ്യുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് എൻ്റെ മമ്മിജിയുടെ മാക്സിയാണ്. Your body, it's so real. Vuélvete loco, don't stop now. Sigue el ritmo, I'll show you how.
യെസ് ഗായ്സ്, ഇങ്ങനെ കുളിച്ചിറങ്ങിയിട്ടുണ്ട്. സമയം ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ മുകളിൽ പോയിട്ട് ഞാൻ അലക്കിയിട്ടാണ് ഞാൻ എനിക്ക് അലക്കണേൻ്റെ ഇടയിൽ ചെറുതായിട്ട് തല കറങ്ങണ പോലെ തോന്നി ഗൈസ്. ദിസ് ഈസ് മൈ റോൾ ഓൺ. തല കറങ്ങിയപ്പോൾ ഞാൻ ഇന്നും അലക്കിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായി പോകും ഗൈസ്. ഞാൻ ജസ്റ്റ് സൺസ്ക്രീന് മാത്രം ഇടുന്നുണ്ട്. മോയ്സ്ചറൈസർ ഞാൻ മിക്ക ദിവസങ്ങളിലും ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്. ഇത് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, മടി. ചില ദിവസങ്ങളിൽ മടിയായതുകൊണ്ടും പിന്നെ അത്യാവശ്യം ഹൈഡ്രേറ്റിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. ഇതാണ് ഞങ്ങളുടെ ലിവിങ് ഏരിയ. ഞാൻ ആ ഒരു സൈഡ് കാണിക്കുന്നില്ല. ആ ഒരു സൈഡ് കാണിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നിറച്ച് ബോക്സും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇപ്പം ഇവിടെ 11 മണിയായി. ഞാൻ മറ്റേ ഡ്രസ്സ് മാറ്റി ഗൈസ്. എനിക്കതിട്ടിട്ട് ഭയങ്കര ചൂടെടുക്കും, ഭയങ്കര ഡിസ്കംഫർട്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അത് ഞങ്ങളുടെ ഹോളാണ്. ഇതൊരു 2 BHK ആണ് ഞങ്ങൾ നിൽക്കുന്ന ഇപ്പോഴത്തെ സ്ഥലം. അതിൽ ഒരു റൂം ബെഡ് സ്പേസ് ആയിട്ടും മറ്റേ റൂം വർക്കിംഗ് സ്പേസും ആയിട്ടാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇത് ഡൈനിങ് ഏരിയ, അത് ലിവിങ് ഏരിയ, പിന്നെ ഒരു കിച്ചൺ, പിന്നെ പുറത്ത് ബാൽക്കണി പോലെ, പിന്നെ മുകളിൽ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ലിവിങ് സ്പേസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നിനും യൂസ് ചെയ്യാറില്ല. അത് വേറൊന്നും കൊണ്ടല്ല, അവിടുത്തെ ഫാന് ഭയങ്കര സൗണ്ടാണ്. ഓണേഴ്സ് അത് മാറ്റി തരാൻ കൊണ്ട് മാറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അതധികം യൂസ് ചെയ്യാറില്ല. TV പോലും ഇപ്പോൾ ഓണാക്കാറില്ല. കുറച്ച് നാമം ചെല്ലാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ യൂസ് ചെയ്യാറ്. ഇപ്പോൾ ഡൈനിങ് ഏരിയ, കിച്ചൺ, റൂം. ഫസ്റ്റ് വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നേരെ റൂമിലേക്കാണ് പോവുക. ഫസ്റ്റ് റൂമാണ്, 2 റൂമാണ്. അത് കഴിഞ്ഞ് വന്നിട്ടാണ് നമുക്കിവിടെ സ്പേസ് വരുന്നത്. ഒരു ചെറിയ റൂം സ്പേസാണ്. ഞങ്ങൾക്ക് 2 ആൾക്കുള്ള റൂം സ്പേസാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അധികം ഞങ്ങൾ മുന്നേ നിന്നിരുന്ന ഒരു ഫ്ലാറ്റ് വെച്ച് നോക്കുമ്പോൾ ഒട്ടും എസ്തെറ്റിക് അല്ല. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും മനോവിഷമങ്ങളും എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലപോലെ ഉണ്ട്. പക്ഷേ അത് 3 BHK ആയിരുന്നു. ഭയങ്കര വലിയ ഫ്ലാറ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 ആൾക്കും ആ ഒരു ഫ്ലാറ്റിൻ്റെ ആവശ്യമില്ല. കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ഫ്ലാറ്റ് എടുത്തത് എന്താണെന്ന് വെച്ചാൽ ആളുടെ വീട്ടിൽ നിന്നായാലും എൻ്റെ വീട്ടിൽ നിന്നായാലും ആരെങ്കിലുമൊക്കെ വന്ന് നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു വലിയ സ്പേസ് എടുത്തത്. പക്ഷേ എൻ്റെ അമ്മയല്ലാതെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ആരും വന്ന് നിന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ മാത്രമാണ് കഴിഞ്ഞ വെക്കേഷന് വന്ന് നിന്നത്. അല്ലാതെ പിന്നെ വേറെ ആരും വന്ന് നിന്നിട്ടില്ല ഫാമിലിയിൽ നിന്ന് ആരും. അപ്പോൾ പിന്നെ ഞങ്ങൾ അത്രയും വലിയൊരു സ്പേസ് എടുത്തിട്ട് ഞങ്ങൾ 2 ആൾ മാത്രം. പിന്നെ അത്രയും സ്പേസിൻ്റെ ആവശ്യമില്ല. ഭയങ്കര ഇപ്പോൾ ഏട്ടനൊക്കെ ബാംഗ്ലൂരൊക്കെ മീറ്റിങ്ങിനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു ഏകാന്തത ഫീലിങ്ങിലായിരുന്നു ഇരുന്നിരുന്നത്. അപ്പം അത്രയും വലിയൊരു സ്പേസിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നി. അവിടെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്ന തുണികൾ എടുത്തു വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മടക്കി വയ്ക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ലപോലെ ടയേർഡായി, വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിനി ഇത് കഴിഞ്ഞാൽ കുറച്ച് നേരം കിടക്കണം. കാരണം 2 ദിവസം ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേക്കാതെ ഇരുന്നിട്ട് പെട്ടെന്ന് രാവിലെ തന്നെ ഒറ്റയടിക്ക് എനിക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മൊത്തം പണിയെടുക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ചില ആൾക്കാർ അങ്ങനെ ഉണ്ടായിരിക്കും. ഇപ്പം കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് അത് കഴിഞ്ഞ് അടുത്ത പണി കുറച്ച് നേരം കഴിഞ്ഞ് അങ്ങനെ റെസ്റ്റ് എടുത്ത് പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. പക്ഷെ പേഴ്സണലി എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് ഒറ്റയടിക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടികൾക്ക് പോകാൻ. കാരണം ഇപ്പോൾ വർക്കിൻ്റെ സ്ലോട്ട് എന്ന് പറയുന്നത് എൻ്റെ ഇതിനനുസരിച്ചിട്ടും ഞാൻ എടുക്കും. അതുപോലെ തന്നെ ചില പേഷ്യൻസിന് അവരുടേതായ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്ലോട്ട്സിനനുസരിച്ചിട്ട് വേണം എനിക്ക് പോകാൻ. അപ്പോൾ എനിക്ക് ഫുൾ ഡേ അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് പണിയെടുക്കാനുള്ള ടൈം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴാണ് സ്ലോട്ട്സുകൾ മാറുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ പനിയായ കാരണം ഇന്നത്തെ 2-3 ദിവസം ഇപ്പോൾ ഫുള്ള് ഞാൻ വീട്ടിലുണ്ട്.
പക്ഷേ ഇതിൻ്റെ ഇങ്ങനെ ജോലി ചെയ്യണതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് റിസ്കി ഫേസ് ആണ്. നമുക്ക് ചിലപ്പോൾ ഇപ്പോഴും ഒരുപാട് കേസസ് ഒന്നും ഉണ്ടായിന്ന് വരില്ല, പേഷ്യൻസ് ഉണ്ടായിന്ന് വരില്ല. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കംഫർട്ട് സോണിലാണ്. നമുക്ക് അവിടെ പേഷ്യൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് കറക്റ്റ് സാലറി കിട്ടും. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലീവ് എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ലീവ് എടുക്കാം, എനിക്ക് റെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് റെസ്റ്റ് ചെയ്യാം, ഞാൻ പറയുന്ന സമയത്ത് എനിക്ക് പോവാം, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കേസ് എടുക്കാം, എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കേസ് എടുക്കണ്ട. ഇതെല്ലാം ഈ ഫ്രീഡം എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഇതിൽ ഫ്രീഡമാണ് മെയിൻ. ഇപ്പം എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടതും ഫ്രീഡമാണ്. നമുക്ക് ഈ പനി പിടിച്ച ദിവസങ്ങളിലൊക്കെ ഭയങ്കര ഒരു വിഷമം തോന്നും, നാട്ടിൽ പോകാനൊക്കെ തോന്നും. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നാട്ടിൽ പോകുന്നുണ്ടോ, വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞു. പോകണമെന്നുണ്ടെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞു. കാരണം ആൾക്ക് ലീവ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, പോകുന്നില്ല, ഇനിയിപ്പോൾ ഇനി യാത്ര ചെയ്തിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വേണ്ട. പിന്നെ മാത്രമല്ല അവിടെ ഉള്ളിയുള്ളതാണ്, ചേച്ചീൻ്റെ മോളുള്ളതാണ്. പിന്നെ അവൾക്ക് പനിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പനിയുള്ളപ്പോൾ വേറൊരു വീട്ടിലേക്ക് എപ്പോഴും വേറൊരു വീട്ടിലേക്കല്ല, എൻ്റെ വീട്ടിലേക്ക്. പക്ഷേ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ചെല്ലാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. കാരണം ഇത് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കൊട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ്. ആൻഡ് പനി പിടിച്ച ദിവസങ്ങളൊക്കെ സാധാരണ ഇങ്ങനെയാണ്. ഇനി ആവി കൊള്ളണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ആവി കൊള്ളും. എനിക്ക് ആവി കൊള്ളാൻ ഭയങ്കര മടിയാണ് ഗൈസ്. പക്ഷെ കോൾഡൊക്കെ വന്നു കഴിഞ്ഞാൽ ആവി കൊണ്ടാൽ പെട്ടെന്ന് മാറും. പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ്. ആ വെള്ളം തിളപ്പിച്ച് അതങ്ങനെ ഇട്ടിട്ടിരുന്ന് അതിനുള്ളൊരു ഫിസിക്കൽ സ്റ്റേറ്റിലല്ല ഇപ്പോൾ ഞാനിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇങ്ങനത്തെ ലോങ് വീഡിയോസ് ചെയ്യണമെന്ന് ഇപ്പോൾ ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ചെയ്യാം. പുറത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് മഴക്കാർ വരുന്നുണ്ട്, മഴ പെയ്യുന്നില്ല, പിന്നെ വെയിൽ വരുന്നുണ്ട്, വീണ്ടും മഴക്കാർ വരുന്നുണ്ട്, മഴ പെയ്യുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് പുറത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കിനി പനിക്കണോണ്ടാണോ ചൂട് ഫീൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല, അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് തലയ്ക്ക് ഭ്രാന്താണെന്ന് ഞാൻ ചിന്തിക്കും. ഈ പനിക്കുന്ന സമയത്ത്, കിടക്കേണ്ട സമയത്ത് ഞാൻ എന്തിനതൊക്കെ ചെയ്തേന്ന് എനിക്ക് തോന്നും. പക്ഷെ ഞാൻ വെറുതെ ഇവിടെ കിടക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാവും. സ്വതവേ ഞാനൊരു മടിച്ചിയാണ്. അതിൻ്റെ കൂടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കുഴി മടിച്ചാവും. അതുകൊണ്ട് എനിക്ക് പിന്നെ മാത്രമല്ല ഞാൻ ഭയങ്കര അനീമിക്കാണ്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ തലചുറ്റൽ വരണേ. അയൺ കണ്ടന്റ് ഭയങ്കര കുറവാണ് ബ്ലഡിൽ. ഇനി കുറച്ചു നേരം കിടന്നുറങ്ങണം. അപ്പോൾ അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതാണ്. ഞാൻ അടുത്തത് ചേട്ടൻ്റെ കല്യാണ വീഡിയോ ഷോർട്സ് ആയിട്ട് ഇട്ടത് കുറേ പേര് പറഞ്ഞു എന്നോട്. ഷോർട്സ് ആയിട്ട് ഇടാണ്ട് മറ്റേ വീഡിയോ ഇടണം എന്നുള്ളത്. അപ്പോൾ ചേട്ടൻ്റെ കല്യാണ വീഡിയോയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം അടുത്ത് എൻ്റെ എലിച്ചൻ്റെ മോൻ്റെ അതും എൻ്റെ ചേട്ടൻ തന്നെയാണ്. അപ്പോൾ രണ്ട് ചേട്ടന്മാരുടെയും കല്യാണ വീഡിയോ ഞാനിതിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വെഡ്ഡിങ് വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഞാനിങ്ങനെ ഓരോ ലോങ് വീഡിയോ ആയിട്ട് വരും. മാത്രമല്ല നിങ്ങൾക്ക് വീഡിയോ എൻ്റെ ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ഗായ്സ്.